അപ്പം ഇന്നത്തെ പരിപാടി ഫിഷ് ആൻഡ് കുക്ക്. എത്ര പാക്ക് ചെയ്താലും എപ്പോൾ എന്തെങ്കിലുമൊക്കെ മറക്കും. അപ്പോൾ നേരെ വാൾമാർട്ടിൽ പോയി കുറച്ച് സാധനങ്ങൾ കൂടെ പിക്ക് ചെയ്ത് കോഫിക്കുള്ളതും സ്നാക്സും കൂടെ ആഡാക്കി പിന്നെ ടിമ്മിൽ പോയി ഒരു കോഫിയും വാങ്ങി അവിടുന്ന് ഗ്യാസും അടിച്ച് പിന്നെ നേരെ വണ്ടി വിട്ട്. ഇന്ന് ഫിഷിങ്ങിന് പോകുന്ന ലേക്കിലേക്ക് എത്തണമെങ്കിൽ ട്രെയിനിൽ കയറിയിട്ട് ഒരു 10-15 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. ഇതാണ് ആ ലേക്ക്. ഇങ്ങനെ കാണുമ്പോൾ വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല, പക്ഷേ ഇപ്പം ബാക്കിൽ നിന്ന് ഫിഷിംഗ് ടാക്കിൾ എടുത്തിട്ട് ഞാൻ താഴേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, അതായത് വീടിൻ്റെ അടുത്ത് സിറ്റീൻ്റെ ഉള്ളിൽ തന്നെ ഒരു 10-20 കിലോമീറ്റർ റേഡിയസിൽ കുറേ ഫിഷിംഗ് ലേക്സ് അവൈലബിൾ ആണ്. അവിടെ ഒന്നും പോവാണ്ട് ഈ വണ്ടിയിൽ ഈ കാണുന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് 100-120 കിലോമീറ്റർ ഡ്രൈവും ചെയ്ത് ഇവിടം വരെ വന്ന് ഫിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ തൊട്ട് മേലെ ഞാനിപ്പോൾ വണ്ടി നിർത്തിയില്ല, അവിടെ വണ്ടി നിർത്തി താഴേക്ക് ഇറങ്ങി വരുമ്പം ഇവിടുന്ന് കിട്ടുന്ന വ്യൂ, ഇവിടുന്ന് കിട്ടുന്ന സൈലൻസ് അതെനിക്ക് സിറ്റിയിൽ കിട്ടാൻ പോകുന്നില്ല. അപ്പം ഞാൻ എന്തായാലും ഇങ്ങോട്ടേക്കേ വരുള്ളൂ. പിന്നെ നൈസായിട്ട് ഫുഡ് മേടിച്ച് ഞങ്ങൾ പരിപാടി തുടങ്ങി. ഈ കുക്കറിൽ എന്താ ഉള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കുക്കറിൽ കണ്ടത്, പുട്ടും ബീഫും. ആഹാ, അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇവിടെ കൂടാനേനു പരിപാടി. പക്ഷേ കൂട്ടത്തിലുള്ള ഒരാൾ ചുമക്കാൻ തുടങ്ങിയപ്പം നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പാക്കി യൂസ് ചെയ്ത സ്പോട്ട് അതിലും ക്ലീനാക്കി വെച്ച് നമ്മൾ മെല്ലെ തിരിച്ചു പോന്നു. ഏത് വ്യൂലേ